Hi all, welcome to Civil Talks. PWD Overseer Grade 2 question paper ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A line AB of length 100 meter is setting out right angles to the north. Its latitude is. വീണ്ടും latitude departure എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? A line AB of length 100 meter is setting out right angles to the north. നോർത്തിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമ്മുടെ ലൈൻ ഇരിക്കുന്നത്. AB എന്ന് പറയുന്ന ഒരു ലൈൻ ഇരിക്കുന്നത്. ആ ലൈനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുള്ളത് 100 മീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാറ്റിറ്റ്യൂഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാൽക്കുലേഷൻസിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് പാരലൽ ടു ദ മെറീഡിയൻ ഡയറക്ഷൻ. This is the reference meridian direction അല്ലെ. ഇതാണ് റെഫറൻസ് മെറീഡിയൻ ഡയറക്ഷൻ. അപ്പൊ അതിന് പാരലൽ ആയിട്ട് ഒന്നല്ലെങ്കിൽ ടുവേർഡ്സ് നോർത്ത് അല്ലെങ്കിൽ ടുവേർഡ്സ് സൗത്ത് ആയിരിക്കും ലാറ്റിറ്റ്യൂഡ്. ഇത് പറഞ്ഞിരിക്കുന്നത് നോർത്തിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ അത് നമ്മൾ ഡിപ്പേർച്ചർ ആണ് മെറീഡിയനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും വിച്ച് ഈസ് ഓപ്ഷൻ സി 0 മീറ്റർ ആണ്. ഇനിയിപ്പോ നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ തന്നെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് L cos θ ആണ്. ഇവിടെ ലെങ്ത് 100 ആൻഡ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണ്. കോസ് 90 ഡിഗ്രി ഈസ് 0. കോസ് 90 0. അപ്പൊ നമുക്ക് ലാറ്റിറ്റ്യൂഡ് 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ടോപ്പ് ഓഫ് എ പ്ലെയിൻ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ്. പ്ലെയിൻ ടേബിളിന്റെ ടോപ്പ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? അതായത് അയൺ ആണോ, വുഡ് ആണോ, സ്റ്റീൽ ആണോ, ബ്രാസ് ആണോ? നമുക്കറിയാം സീസൺ ഹാർഡ് വുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ നിർമ്മിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം ഇറ്റ് ഈസ് ഓപ്ഷൻ ബി വുഡ് ആണ്. സ്പിരിറ്റ് ലെവൽ ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് ഡാഷ് ഓഫ് ദ പ്ലെയിൻ ടേബിൾ. സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പിരിറ്റ് ലെവൽ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റൈൻ എന്തായിരിക്കും? ഡാഷ് ഓഫ് ദ പ്ലെയിൻ ടേബിൾ വിച്ച് ഈസ് ഓപ്ഷൻ ഡി ലെവലിംഗ് അല്ലെ. ഓപ്ഷൻ ഡി ലെവലിംഗ്. നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കാം അല്ലെ. യൂസ്ഡ് ടു ലെവൽ ദ പ്ലെയിൻ ടേബിൾ ബൈ പ്ലേസിംഗ് ദ ലെവൽ ഓൺ ദ ബോർഡ് ആൻഡ് ഗെറ്റിംഗ് ദ ബബിൾ സെന്ററിംഗ് ദ പൊസിഷൻ അല്ലെ, ഇൻ ബോത്ത് പൊസിഷൻസ്. അതായത് നമ്മളിപ്പോ പ്ലെയിൻ ടേബിളിന്റെ മുകളില് പ്ലെയിൻ ടേബിൾ സർവേയിങ് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ദ ടേബിൾ ആൻഡ് ദിസ് ഇസ് ദ ട്രിപ്പോർട്ട്. നമ്മൾ പ്ലെയിൻ ടേബിൾ നമ്മൾ സ്പിരിറ്റ് ലെവൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബബിൾ സെന്ററിലാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ലെവലിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഓപ്ഷൻ നോക്കുവാണെങ്കിൽ സെന്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെന്ററിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ദ ടേബിൾ എക്സാക്ട്ലി ഓവർ ദ ഗ്രൗണ്ട് സ്റ്റേഷൻ മാർക്ക് ആണ്. ഓക്കെ. അതായത് നമ്മുടെ സ്റ്റേഷനിൽ ഗ്രൗണ്ട് സ്റ്റേഷൻ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിന്റെ എക്സാക്ട് എബവ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെന്ററിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സെന്ററിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സെന്ററിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് യു ഫോർക്ക് അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോർക്ക് എന്നൊക്കെ പറയുന്നത്. പ്ലംബിംഗ് ഫോർക്ക് അല്ലെങ്കിൽ പ്ലംബോബ് ആൻഡ് യു ഫോർക്ക് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ. ദെൻ വെർട്ടിക്കാലിറ്റി ഓഫ് ദി പ്ലംബ്. അതായത് കറക്റ്റ് വെർട്ടിക്കൽ ആയിട്ട് എന്താ പറയാ, അതിനാണ് നമ്മൾ പ്ലംബിംഗ് ബോബ് ഉപയോഗിക്കുന്നത്. കറക്റ്റ് വെർട്ടിക്കൽ ആയിട്ട് ഇൻസ്ട്രുമെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ ആവുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഓപ്ഷൻ ബി ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഇറ്റ്സ് എ പ്രോസസ് ഓഫ് putting the plane table into some fixed direction, okay, so that the line representing a certain direction on the plan is parallel to the direction of the ground. So നമ്മൾ എ ബി എന്ന് പറയുന്ന രണ്ട് സ്റ്റേഷൻ, ഇപ്പൊ നമ്മുടെ ഗ്രൗണ്ടിലെ രണ്ട് സ്റ്റേഷൻസ് ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ ഇതാണ് എ, ദിസ് ഇസ് എ. അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് മെഷർ ചെയ്തിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് എഗെയിൻ നമ്മൾ ബിയിലേക്ക് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ്, അതായത് ഈ ഗ്രൗണ്ടിലെ എ ബി എന്ന് പറയുന്ന അതേ ലൈനിനോട് പാരലൽ ആയിട്ട് വേണം നമ്മുടെ പേപ്പറിലെ എ ബി എന്ന് പറയുന്ന ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നും എയിലേക്ക് ബിയിലേക്ക് കറക്റ്റ് ആയിട്ട് സൈറ്റ് ചെയ്ത് എ ബി എന്ന് പറയുന്ന ലൈൻ മാർക്ക് ചെയ്തു. ഇനി ബിയിലേക്ക് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈനിൽ ഇപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് ഇൻസ്ട്രുമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന ലൈൻ ഈ ഗ്രൗണ്ടിലുള്ള എ ബി എന്ന് പറയുന്ന ലൈനിനോട് പാരലൽ ആയിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമില്ല. അത് നമ്മൾ എങ്ങനെ ചെയ്യണം? അത് നമ്മൾ ഓറിയന്റ് ചെയ്യണം. ഈ ലൈനിനോട് പാരലൽ ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ ലൈനിനെ ഓറിയന്റ് ചെയ്യണം. അതാണ് നമ്മൾ ട്രഫ് കോമ്പസ് ഉപയോഗിച്ചിട്ടും അതുപോലെ ബാക്ക് സൈറ്റിംഗ് എടുത്തിട്ടൊക്കെ നമ്മൾ ഓറിയന്റേഷൻ ചെയ്തിട്ടുള്ളത് അല്ലെ. ഓറിയന്റേഷൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം, ബൈ ട്രഫ് കോമ്പസ് ആൻഡ് ബൈ ബാക്ക് സൈറ്റിംഗ്. അപ്പൊ നമ്മുടെ ഉദ്ദേശത്തിലുള്ളൂ ഈ ലൈനിനോട് പാരലൽ ആയിട്ട് വേണം, കറക്റ്റ് പാരലൽ ആയിട്ട് വേണം ഈ ലൈനും വരാനായിട്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഓറിയന്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് putting or fixing the plane table into a fixed direction so that the line representing a certain direction on the plan is parallel to the direction on the ground. Okay, കൂടുതലും നമ്മൾ ഓറിയന്റേഷൻ ചെയ്യേണ്ടി വരുന്നത് നമുക്കറിയാം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് വരുമ്പോഴാണ്. ഓക്കെ, then accurate centering of plane table is done by. സെന്ററിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഗ്രൗണ്ടിലുള്ള പോയിന്റിനെ കറക്റ്റ് ആയിട്ട് പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സെന്ററിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് അതിന്റെ എക്സാക്ട്ലി എബവ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അത് പ്ലംബിംഗ് ഫോർക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെവലിംഗ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് അലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ്, ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മുടെ. ഓക്കെ, ആൻഡ് ഇവിടെ ആയിട്ടൊരു വർക്കിംഗ് എഡ്ജ് ഉണ്ട് ഇതിന്. ഈ വർക്കിംഗ് എഡ്ജിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, അതും ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ഫിഡൂഷ്യൽ എഡ്ജ്. ഫിഡൂഷ്യൽ എഡ്ജ്, വർക്കിംഗ് എഡ്ജ്. ദിസ് ഈസ് ദ വർക്കിംഗ് എഡ്ജ്. ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഒരു ഐ വെയിനും അതുപോലെ തന്നെ ഒരു ഒബ്ജക്ട് വെയിനും ഉണ്ട്. ദർ ഇസ് ആൻ ഐ വെയിൻ ആൻഡ് ഒരു ഒബ്ജക്ട് വെയിൻ ഉണ്ട്. അപ്പൊ ഐ വെയിനിലൂടെ നമ്മൾ നോക്കി ഒബ്ജക്ട് വെയിനിലെ ഈ ഒരു സ്ലിറ്റ് എവിടെയാണ് കറക്റ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നത് നോക്കി, അങ്ങനെയാണ് കറക്റ്റ് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അലീഡേഡ് ഉപയോഗിക്കുന്നത്. പ്ലെയിൻ അലീഡേഡും ഉണ്ട്, ടെലസ്കോപ്പിക് അലീഡേഡും ഉണ്ട്. ഓക്കെ, ട്രഫ് കോമ്പസ് നമ്മൾ ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ, ഞാൻ പറഞ്ഞ പോലെ ഓറിയന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രഫ് കോമ്പസ് ഉപയോഗിക്കുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിൽ, പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ മീൻസ് സെറ്റിംഗ് അപ്പ് ദ ടേബിൾ. എന്താണ് സെറ്റിംഗ് അപ്പ് ദ ടേബിൾ? ഓപ്ഷൻ എ ടുവേർഡ്സ് നോർത്ത്, ഓപ്ഷൻ ബി ഓവർ ദി ഗ്രൗണ്ട് മാർക്ക്, ഓപ്ഷൻ സി പാരലൽ ടു ദ മെറീഡിയൻ, ഓപ്ഷൻ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ മെറീഡിയൻ. അതായത് നമ്മൾ പറഞ്ഞു ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിള് നമ്മുടെ ഇപ്പൊ നമ്മൾ ഏതൊരു ഇപ്പോ ഞാൻ അതൊരു എക്സാമ്പിൾ പോലെ പറയാം. ഞാൻ പറഞ്ഞു ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ബൈ ബാക്ക് സൈറ്റിങ്ങും ബൈ ട്രഫ് കോമ്പസും ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ട്രഫ് കോമ്പസ് ഉപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞു നോക്കാം. ദിസ് ഇസ് ദി ട്രൈപോഡ് ആൻഡ് ദിസ് ഇസ് ദി പ്ലെയിൻ ടേബിൾ. അപ്പൊ നമ്മളിപ്പോ ഒരു ഇപ്പൊ എ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ആണ്, ഇത് ബി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ. അപ്പൊ കറക്റ്റ് സെന്ററിങ് ചെയ്തത് പ്ലംബിംഗ് ഫോർക്ക് ഉപയോഗിച്ചിട്ട് എ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തു, ആൻഡ് ബിയിൽ ഒരു റേഞ്ചിങ് റോഡ് വെച്ചിട്ട് ബിയിലേക്ക് ഇവിടെ അലീഡേഡ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അലീഡേഡ് വഴി ഇത് സൈറ്റ് ചെയ്തിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു, ആൻഡ് ഗ്രൗണ്ടിൽ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ ലൈൻ റെപ്രസെന്റ് ചെയ്തു. ആൻഡ് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അതായത് ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ട്രഫ് കോമ്പസ് വെക്കും. ട്രഫ് കോമ്പസ് വെച്ചിട്ട് അതിന്റെ റീഡിങ്, അതായത് ട്രഫ് കോമ്പസിലെ നീഡിൽ 0 റീഡ് ചെയ്യുന്ന പോയിന്റ്, ഓക്കെ 0 റീഡ് ചെയ്യുന്ന പോയിന്റ് നോർത്ത് ഡയറക്ഷൻ ആയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ട്രഫ് കോമ്പസ് വെച്ചിട്ട് 0 റീഡ് ചെയ്യുന്നത് നോർത്ത് ഡയറക്ഷൻ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കും. ആൻഡ് നമ്മൾ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പ്ലെയിൻ ടേബിൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഓൾറെഡി ഒരു നോർത്ത് ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ട്രഫ് കോമ്പസ് വെച്ചിട്ട് ആ ട്രഫ് കോമ്പസിൽ കറക്റ്റ് 0 ഡിഗ്രി ഈ ഒരു സെയിം ലൈനിൽ തന്നെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ ഓറിയന്റ് ചെയ്യും. ഓക്കെ, ആൻഡ് അങ്ങനെയാണ് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടെ ബാക്ക് സൈഡ് ഓറിയന്റേഷൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മെറീഡിയൻ ഡയറക്ഷനോട്, അതായത് ഇപ്പൊ മാഗ്നറ്റിക് നോർത്തിലേക്ക് പാരലൽ ആകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദ പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ മീൻസ് സെറ്റിംഗ് അപ്പ് ദ ടേബിൾ വിച്ച് ഈസ് പാരലൽ ടു ദ മെറീഡിയൻ.
മെറിഡിയൻ ഡയറക്ഷനോട് പാരലൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, then to locate the position of an inaccessible point by the method of, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേയിങ് മെയിൻ ആയിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. റേഡിയേഷൻ മെത്തേഡ്, ഇന്റർസെക്ഷൻ മെത്തേഡ്, ട്രാവേഴ്സിങ് ആൻഡ് റിസെക്ഷൻ മെത്തേഡ്. അതിൽ ഇനാക്സസിബിൾ പോയിന്റ്സിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ഇന്റർസെക്ഷൻ മെത്തേഡാണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ റേഡിയേഷൻ മെത്തേഡും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഇനിയിപ്പോ റിസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദി പ്ലോട്ടഡ് പൊസിഷൻ ഓഫ് സ്റ്റേഷൻ ഒക്യുപ്പൈഡ് ബൈ പ്ലെയിൻ ടേബിൾ ബൈ മീൻസ് ഓഫ് സൈറ്റ് ടേക്കൺ ടുവേർഡ്സ് നോൺ പോയിന്റ്സ്. ഓക്കെ, അതായത് റിസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്ര നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഇവിടെ പ്ലെയിൻ ടേബിളിന്റെ ലൊക്കേഷൻ, അതായത് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അൺനോൺ ആണ്. ദ ലൊക്കേഷൻ ഓഫ് പ്ലെയിൻ ടേബിൾ ഈസ് അൺനോൺ ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ സൈറ്റിംഗ് ടു നോൺ പോയിന്റ്സ്. നോൺ പോയിന്റ്സിലേക്ക് സൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. അതാണ് ബാക്കിയുള്ള മെത്തേഡ്സിൽ നിന്നും റിസെക്ഷൻ മെത്തേഡിന്റെ ഡിഫറൻസ്. ഇവിടെ പ്ലെയിൻ ടേബിളിന്റെ പൊസിഷൻ അൺനോൺ ആണ്. അറിയാവുന്ന പോയിന്റ്സിലേക്ക് സൈറ്റ് ചെയ്തിട്ടാണ് ആ പ്ലെയിൻ ടേബിളിന്റെ പൊസിഷൻ നമ്മൾ റിസെക്ഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. ഇനി 2 പോയിന്റ്സിലേക്ക് സൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഓക്കെ, അത് 2 പോയിന്റ് പ്രോബ്ലം. 3 പോയിന്റ്സ്, 3 വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലേക്ക് സൈറ്റ് ചെയ്തിട്ടാണ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നെങ്കിൽ അത് 3 പോയിന്റ് പ്രോബ്ലമാണ്. 2 കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പസ് യൂസ്ഡ് ഫോർ പ്ലെയിൻ ടേബിൾ സർവേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വിച്ച് ഇസ് റഫ് കോമ്പസ് ആണ്. സർവേയേഴ്സ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസും മാഗ്നറ്റിക് കോമ്പസ് ആണ് നമ്മൾ കോമ്പസ് സർവേയിങ്ങിൽ ബെയറിംഗ് ഓഫ് ദി ലൈൻ, ഒരു ബെയറിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് എഡ്ജ് ഓഫ് ദി അലീഡേഡ് ഈസ് നോൺ ആസ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, വിച്ച് ഈസ് ഓപ്ഷൻ സി, ഫിഡൂഷ്യൽ എഡ്ജ് ആണ്. ദ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഗ്രൗണ്ട് പോയിന്റ് ടു ദ ഷീറ്റ് ഈസ് കോൾഡ്. അതായത് നമ്മൾ ഗ്രൗണ്ട് പോയിന്റിനെ പ്ലെയിൻ ടേബിളിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ഡി, യു ഫോർക്ക്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, സെന്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലം ബോബ് ആൻഡ് യു ഫോർക്ക് അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോർക്ക് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The line of which passes through the optical center of the objective and also through the intersection of the crosshair. ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. If this is the eyepiece, ഇതൊരു ടെലസ്കോപ്പ് ആണ്, eyepiece, and this is the diaphragm. Okay, just diaphragm ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, ഒബ്ജക്ട് ലെൻസും ആണെന്ന് വെച്ചോ. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ്. അതാണ് ഇത്, ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് ദി ക്രോസ് ഹെയർ, അതായത് ഡയഫ്രത്തിലാണ് ക്രോസ് ഹെയർ ഉള്ളത് അല്ലെ. അപ്പൊ ഡയഫ്രത്തിലുള്ള ക്രോസ് ഹെയർസിന്റെ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർസിന്റെ ഇന്റർസെക്ഷൻ തമ്മിൽ പാസ് ചെയ്യുന്ന ആ ഒരു ആക്സിസ് അല്ലെങ്കിൽ ആ ഒരു ലൈനിനെ നമ്മൾ എന്താ പറയുന്നതെന്നാണ് പറയുന്നത്. ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദി ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആൻഡ് intersection of the crosshair. Answer is line of sight. Okay, line of sight ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Okay, option A, line of sight is the answer. Next question. A first sight taken on a leveling staff held at a point of known elevation is termed as. ലെവലിംഗിൽ നമ്മൾ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ആദ്യത്തെ റീഡിംഗ് എടുക്കുന്നത്, ആദ്യത്തെ റീഡിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു അവിടെ ആ ഒരു സ്റ്റാഫ് ഹെൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ അതിന്റെ റെഡ്യൂസ് ലെവൽ നോൺ ആണ്. അതാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഹൂസ് റെഡ്യൂസ് ലെവൽ ഈസ് നോൺ. അപ്പൊ അങ്ങോട്ട് എടുക്കുന്ന ആ ഫസ്റ്റ് റീഡിങ്ങിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് ബാക്ക് സൈഡ്. ആൻഡ് ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് റീഡിങ്, അതായത് ഇപ്പം നമ്മൾ പറയാം, അതായത് ഇതാണ് നമ്മുടെ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്
ആൻഡ് ഇതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. ഓക്കെ, ബെഞ്ച് മാർക്കിൽ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് അനദർ പോയിന്റ്സ് ABC. ഓക്കെ, ആൻഡ് ഇവിടെയൊക്കെ നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് വയ്ക്കും റീഡിങ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എടുക്കുന്ന റീഡിങ്, അതായത് ബെഞ്ച് മാർക്ക് ഉള്ള പോയിന്റിലേക്കായിരിക്കും നമ്മൾ ആദ്യം റീഡിങ് എടുക്കുന്നത്. ബിക്കോസ് ഹൂസ് എലിവേഷൻ ഈസ് നോൺ, അവിടുത്തെ എലിവേഷൻ എത്രയാണെന്നുള്ളത് അറിയാം, അതുകൊണ്ട്. അപ്പൊ ആ റീഡിങ്ങിനെ ബാക്ക് സൈഡ് എന്ന് പറയും. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ബാക്കിയുള്ള ഓരോ പോയിന്റിലേക്ക്, സ്റ്റേഷൻസിലേക്ക് നമ്മൾ എടുക്കുന്നതിനെയാണ് ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് IS1, IS2 ഇന്റർമീഡിയറ്റ്, സൈറ്റ് 1, സൈറ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇഫ് ദിസ് C ഇസ് ദ ലാസ്റ്റ് സ്റ്റേഷൻ, അതിലേക്ക് എടുക്കുന്നതിനെയാണ് 4 സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് റീഡിങ് എടുത്തു കഴിഞ്ഞാൽ ദെൻ വി വിൽ ഷിഫ്റ്റ് ദി ഇൻസ്ട്രുമെന്റ് അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുക്കുന്ന അവസാനത്തെ റീഡിംഗ് എന്ന് പറയുന്നതാണ് 4 സൈറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ബാക്ക് സൈറ്റ് ആണ് ആൻസർ. ദ പോയിന്റ് ഓൺ വിച്ച് ബാക്ക് സൈറ്റ് ആൻഡ് 4 സൈറ്റ് ആർ ടേക്കൺ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇൻസ്ട്രുമെന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേഷൻ, അതായത് C എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് നമ്മൾ ബാക്ക് സൈറ്റ് ഇടും. കാരണം എന്താണ്, അവിടെയും ഓൾറെഡി നമുക്ക് അറിയാം റെഡ്യൂസ് ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. കാരണം എന്താണ്, അങ്ങോട്ട് ആദ്യമേ നമ്മൾ ഇവിടെ നിന്നും ഒരു 4 സൈറ്റ് റീഡിംഗ് എടുത്തു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാം. ദെൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ ബാക്ക് സൈറ്റ് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ, അവിടെ 4 സൈഡ് റീഡിംഗ് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡ് റീഡിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ചേഞ്ചിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് പോയിന്റ്. ഓക്കെ, B എന്ന് പറയുന്നത്. ഓക്കെ, ദ പോയിന്റ് ഓൺ വിച്ച് ബാക്ക് സൈറ്റ് ആൻഡ് 4 സൈറ്റ് ആർ ടേക്കൺ, അതാണ് ചേഞ്ച് പോയിന്റ്. ഇനി ദ ലെവലിംഗ് ഷുഡ് ഓൾവേസ് കമൻസ് ഫ്രം, അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അത് ബെഞ്ച് മാർക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് കറക്ഷൻ of refraction is dash that of the curvature. Correction for refraction and correction for curvature എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കറിയാം എർത്തിന് ഇതുപോലൊരു കർവേച്ചർ ഉണ്ട് അല്ലെ, എർത്ത് ഹാവിംഗ് കർവേച്ചർ. അപ്പൊ നമ്മൾ ലെവലിംഗ് ചെയ്യുന്ന സമയത്ത് this is the leveling instrument and this is the leveling staff. നമുക്ക് ഓക്കെ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ടെലസ്കോപ്പ്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നതാണ് ഒബ്റ്റൈൻഡ് വാല്യൂ ഇതാണ്. ഓക്കെ, ബട്ട് ആക്ച്വൽ ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റീഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു കറക്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം എന്താ, ഇവിടെ കണ്ടോ, ഇതേപോലെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് അതേ ലെവലിലല്ലോ, ഇങ്ങനെ കർവേച്ചർ ഉള്ളപ്പോൾ ആ കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കർവേച്ചറിനോട് പാരലായിട്ട് വരുന്ന ലെവൽ ലൈൻ, ആ ലെവൽ ലൈനിനോട് പാരലൽ ആയിട്ടായിരിക്കണം ലൈൻ ഓഫ് സൈറ്റ്. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെയായിരിക്കും പോവുക. അപ്പൊ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈറ്റ്, കിട്ടുന്ന ഒബ്റ്റൈൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒബ്റ്റൈൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂവിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഒബ്റ്റൈൻഡ് വാല്യൂ കൂടുതലായതുകൊണ്ട് കറക്ഷൻ എങ്ങനെയായിരിക്കണം, കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കണം. കറക്ഷൻ ഷുഡ് ബി നെഗറ്റീവ്, കറക്ഷൻ കുറയ്ക്കണം അല്ലെ, കാരണം എറർ കൂടുതലാണ്, അതുകൊണ്ട് കറക്ഷൻ കുറയ്ക്കുവാണ് ചെയ്യേണ്ടത്. അപ്പൊ നെഗറ്റീവ് ആണ് ഇവിടുത്തെ കറക്ഷൻ. അപ്പൊ കറക്ഷൻ ഫോർ കർവേച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് 0.0785 d² ആണ്. 0.0785 d² ആണ് കറക്ഷൻ ഫോർ കർവേച്ചർ, നെഗറ്റീവ് ആയിരിക്കും. ഇനി കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ റിഫ്രാക്ഷൻ കൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പല പല ലെയേഴ്സ്, ഡിഫറെന്റ് ഡെൻസിറ്റീസ് ഉള്ള ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. അപ്പൊ അതിലൂടെ ഇപ്പൊ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓക്കെ, അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്നില്ല, അത് ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലേക്ക് റിഫ്രാക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്താ റിഫ്രാക്ഷൻ? when light is passes through a layers of different densities which do not remain straight but are refracted and bent towards the denser medium. ഓക്കെ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡിഫറെന്റ് ഡെൻസിറ്റീസ് ഉള്ള ലെയേഴ്സ് ആണ്. അപ്പൊ അതായത് ഡിഫറെന്റ് ഡെൻസിറ്റീസ് ആണ് നമ്മുടെ ഇപ്പൊ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ തന്നെ ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലേക്ക് നമ്മുടെ ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പൊ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റീഡിങ്സ് എടുക്കുമ്പോഴും ആ ഒരു റിഫ്രാക്ഷന്റെ എഫക്റ്റ് കൊണ്ട് എറർ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ നമ്മൾ ചെയ്യണം. അതെന്ന് പറയുന്നത് 0.0112 d² ആണ്. ആൻഡ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ എന്ന് പറയുന്നത് സിൻസ് ഇത് റിഫ്രാക്ഷന്റെ കേസിൽ നമ്മുടെ
റിഫ്രാക്ഷന്റെ കേസിൽ ഡെൻസർ മീഡിയത്തിലേക്ക് ബെൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ്ങിനേക്കാൾ കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഒബ്ടൈൻഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ഒറിജിനൽ വാല്യൂ. അതുകൊണ്ട് കറക്ഷൻ അവിടെ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദ കറക്ഷൻ ഈസ് 0.0112 d² ആണ്. ആൻഡ് ഈ ഒരു റിലേഷൻ കൂടെ ഓർത്തിരിക്കുക. കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ഈസ് 1/7 ഓഫ് കറക്ഷൻ ഓഫ് കർവേച്ചർ. CR ഈസ് ഈക്വൽ ടു 1/7 cc. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് കറക്ഷൻ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഡാഷ് ദാറ്റ് ഓഫ് കർവേച്ചർ, വിച്ച് ഈസ് ഓപ്ഷൻ A 1/7. Next question. The sensitiveness of level tube is designated by dash of level tube. Actually, എന്താണ് sensitivity എന്ന് പറയുന്നത്? It's a capacity of level tube to indicate small deviations from the horizontal position. Okay. അതായത് ഒരു ലെവൽ ട്യൂബില് അതിന്റെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ ഡീവിയേഷൻസ് പോലും ആ ചെറിയ സ്മോൾ ഡീവിയേഷൻസ് പോലും ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ലെവൽ ട്യൂബിന്റെ ആ ഒരു കപ്പാസിറ്റിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ കപ്പാസിറ്റി ഓഫ് ലെവൽ ട്യൂബ് ടു ഇൻഡിക്കേറ്റ് സ്മോൾ ഡീവിയേഷൻ ഫ്രം ദി ഹൊറിസോണ്ടൽ പൊസിഷൻ. ഓക്കെ, ആൻഡ് അതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. സെൻസിറ്റിവിറ്റി ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? അത് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ലെവൽ ട്യൂബിന്റെ ബേസിസിലാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, റേഡിയസ്. Okay, then next question. Line joining center of eyepiece and the optical center of the objective. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലസ്കോപ്പ് ആണ്. ഇത് ഐപീസും ഇത് ഡയഫ്രോം ഇത് ഒപ്റ്റിക്കൽ ഒബ്ജക്റ്റീവ് ലെൻസും ആണെങ്കിൽ ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് ഐപീസ്, ദിസ് ഇസ് ദ സെന്റർ ഓഫ് ഐപീസ്. അപ്പൊ അവിടെ നിന്നും ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് വരെ ഒരു ലൈൻ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി. ആൻഡ് ഡയഫ്രത്തിന്റെ ഇന്റർസെക്ഷനിൽ നിന്നും ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസ് വരെയാണെങ്കിൽ അത് ലൈൻ ഓഫ് സൈറ്റും. ഓക്കെ, അതാണ് ആക്സിസ്. അപ്പൊ ഇവിടെ ആൻസർ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റിൽ വാട്ടർ സർഫസ് ഓഫ് എ പോണ്ട് റെപ്രസെന്റ്സ് എ ഡാഷ് സർഫസ്. എന്താണ് അത്? ലെവൽ സർഫസ് ആണ്. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നമ്മൾ ലെവൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ലൈൻ ലെവൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ലൈൻ ലൈങ് ഓൺ ദി ലെവൽ സർഫസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലെവൽ സർഫസിൽ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതാണ് ഈ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ലെവൽ സർഫസ് എന്താണ്? ദ സർഫസ് വിച്ച് ഈസ് പാരലൽ ടു ദ കർവേച്ചർ ഓഫ് ദി എർത്ത്. എർത്തിന്റെ കർവേച്ചറിനോട് പാരലൽ ആയിട്ടുള്ള ലൈനിനെ നമ്മൾ ലെവൽ, ആ ഒരു സർഫസിനെ നമ്മൾ ലെവൽ സർഫസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സർഫസ് which is parallel to the curvature of the earth. കർവേച്ചറിനോട് പാരലൽ ആയിട്ട് വരുന്ന സർഫസ് ആണ് ലെവൽ സർഫസ്. ആ സർഫസിൽ നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്താൽ അതാണ് ലെവൽ ലൈൻ. ഓക്കെ, അപ്പൊ ഈ ലെവൽ സർഫസ് നമ്മുടെ എർത്ത് കർവേച്ചറിനോട് പാരലൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിൽ വാട്ടർ സർഫസസ് എന്ന് പറയുന്നതെല്ലാം തന്നെ ഒരു ലെവൽ സർഫസ് ആണ്. ഓക്കെ, നമ്മുടെ ലെവൽ സർഫസിന് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ സ്റ്റിൽ വാട്ടർ ഇൻ എ പോണ്ട് അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടർ ഇൻ എ ലേക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.